ജോലിയൊക്കെ തീർത്തൊന്ന് കിടക്കാം ഉറങ്ങാന്ന് കരുതിയിട്ട് ബെഡിലോട്ട് പോയി കിടന്നതേ ഉള്ളൂ. അപ്പോഴത്തേനും പാർക്കുട്ടിയുടെ ഫോൺ കോൾ വന്നേട്ടാ. അവൾക്ക് എന്തോ ഒരു സങ്കടം പോലെ. അപ്പോൾ ഭയങ്കര വിഷമമാണ് അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ട പാടി ഞാൻ ചാടി പുറപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് പാർക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. പുറത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റായി ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് അവർക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ കരുതിയിട്ട് ഞാൻ മന്തി ഓർഡർ ചെയ്തു. ആ സമയം കൊണ്ട് ഞാൻ നല്ലൊരു ചൂട് കോഫി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കോഫി കുറച്ച് അഡിക്റ്റായി വരുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. വീണ്ടും ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. പക്ഷെ ഇപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. എനിക്ക് രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല. കോഫി കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേനും ഫുഡ് സെറ്റായി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേവീൻ്റെ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ച് പാറക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന പാടെ പാറക്കുട്ടി വലിയ കുഴപ്പമില്ലാതെ നിൽക്കുമായിരുന്നു. പക്ഷെ കണ്ണൊക്കെ കലങ്ങിയിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തു. ഞാനിന്ന് പോകുന്നില്ല, ഇന്ന് പാറക്കുട്ടിയുടെ കൂടെ കിടക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടപ്പോൾ കുറച്ച് സന്തോഷമായി. പക്ഷെ പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, അവൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി. കണ്ണീന്ന് ഇതേ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പാവം ഭയങ്കര വിഷമമാണെന്നാണ് പറയുന്നത്. അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല, കുറേ കാര്യങ്ങൾ എന്തൊക്കെ ആലോചിച്ചപ്പോൾ സങ്കടം വന്നു എന്ന്. എന്താണ് ഇങ്ങനെ ആലോചിച്ച് കൂട്ടണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ എന്തായാലും പാറക്കുട്ടിയെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാമെന്നുള്ള പ്ലാനിങ് ഒക്കെ ആയി. പിന്നെ കൊണ്ടുപോയ മന്തി അവൾ പൊട്ടിച്ച് കഴിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്കും കൊടുത്ത് എല്ലാവരും കൂടി മന്തിയൊക്കെ അങ്ങ് കഴിച്ചു കേട്ടോ. എന്നിട്ട് കുറേ നേരം ഞാനും പാറക്കുട്ടിയും വർത്താനം പറഞ്ഞിരുന്നു. എന്നിട്ട് കെട്ടിപ്പിടിച്ചതെന്ന് പറഞ്ഞേ സങ്കടം കൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് മന്തി ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൾക്ക് ഫേവറേറ്റ് ആണ് മന്തി കേട്ടോ. ഒരു പ്ലേറ്റ് നോർമൽ ചോറ് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു സ്പൂണും കൂടി മന്തി ആണെങ്കിൽ കഴിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ കഴിച്ചില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ പാറക്കുട്ടിയും കൊണ്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു.